ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് ഫോർ 2 days. സോ നമ്മൾ പോകാൻ പോകുന്നത് മസ്കറ്റിലോട്ടാണ്, ഒമാൻ. സോ ഒമാനിൽ ഒരു ദിവസം മുന്നേ പോയിട്ട് വന്നതേ ഉള്ളൂ, മുസന്തം. പക്ഷേ മുസന്തം കുറച്ചും കൂടെ ബോർഡറിലോട്ടാണ്. ഇത് ബോർഡർ കഴിഞ്ഞ് കുറച്ചും കൂടെ കുറേ അവേഴ്സ് ട്രാവലിംഗ് ഉണ്ട്, മോർ ദാൻ 4-5 ഐ തിങ്ക് സോ ഏർലി മോർണിംഗ് 6 o'clock ആയി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഫുൾ സെറ്റാക്കി. സോ അവർ 2 days ജേർണി ബിഗൻ ഹിയർ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, രാവിലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ശിവൂട്ടനാണ് ബാക്കിൽ കിടന്ന് അന്ന എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ സൺറൈസ് കണ്ടു. സോ ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു. ഷെയ്ഡ്സൊക്കെ കണ്ടില്ലേ, കളറൊക്കെ അടിപൊളി. പിന്നെ ഫുൾ ഡ്രൈവിങ്. ഇത് എനിക്ക് തോന്നുന്നു ഹട്ട ബോർഡർ എത്താറായി. സോ ഞാനാണ് ഡ്രൈവ് ചെയ്തത് ബോർഡർ വരെ. പിന്നെ അച്ഛൻ പറഞ്ഞു മസ്കറ്റ് എത്തിക്കഴിഞ്ഞിട്ട് അച്ഛൻ ഓടിക്കാം. അങ്ങനെ സോ ബോർഡർ എത്തിക്കഴിഞ്ഞിട്ടൊരു വലിയൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട്. നമ്മളിത് ഹട്ട എത്തി. അപ്പോൾ ഹട്ട ഒമാൻ ബോർഡർ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ സെയിം ലൈക്ക് എയർപോർട്ട് പ്രൊസീജിയേഴ്സ് തന്നെ. ഇമിഗ്രേഷൻ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കും, എൻട്രി എക്സിറ്റ്. ബോർഡർ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഡ്രൈവർ സീറ്റ് ഞാൻ മാറി ബാക്കിലോട്ടിരുന്നു. ഇതേ കൊണ്ടൊരു ഹമ്പിൽ ഇടിച്ച് കയറ്റിയിരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഒമാൻ റിയാൽ. നമ്മുടെ 500 ദിറംസ് കൊടുത്തപ്പോഴാണ് ഈ 50 റിയാൽസ് കിട്ടിയത്. ഒമാൻ വിസ കിട്ടിയ എന്തൊക്കെ ചെയ്ത് കാണിക്ക് പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണം. കാണിക്കാൻ പറഞ്ഞു. നൂലാമാലകൾ മാലകളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതാണ് ബോർഡർ. ഇതല്ല ശരിക്കും ഫോട്ടോ വീഡിയോ എടുത്തുകൂടാ, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. ഇതാണ് ഒമാൻ. പച്ച. ഇത് ഹത്ത. മറ്റേതുണ്ട്, വേറെ സ്റ്റാമ്പുണ്ട്. സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഗൈസ് നോക്ക്, ഓ മീനുകളൊക്കെ ഓടി കളിക്കുന്നു. അമ്മ ചാടമ്മ. ഷാർക്ക് ഡോൾഫിൻ. ഇറങ്ങട്ടാ എന്തായാലും അതങ്ങോട്ട് പോന്ന. എന്താ പേര്? വാദി ദുഃഖം. വാദി ദുഃഖം. Wonderful place. Both side you can see the green trees and the pebbled rocks. See one Heineken bottle is people are drinking. അയ്യോ ചമ്മന്തിയായ ഹെനിക്കൻ. Very nice water. നമ്മൾ കൊണ്ടുവന്നില്ലേ ഹെനിക്കൻ? കുളിക്ക്. രാവിലെ കുളിച്ചില്ലല്ലോ. അല്ല, ഞാൻ രാവിലെ കുളിക്കാത്തത്. ഡാ കുളിക്കടാ. എന്റെ മുടി എങ്ങനെയുണ്ട്? മുടി കാണും. ഹെയർ ട്രാൻസ്ഫോർമേഷൻ ബംഗാളി പോലെ ഉണ്ടെന്ന് പറയരുത്. എനിക്കറിയാം, ബംഗാളി അല്ല നേപ്പാളി. എൻ്റെ അമ്മ നേപ്പാളി ആയതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കും? ഫോട്ടോ നമുക്ക് സെൽഫി എടുക്കാം.
Wow. False accusation, guys. ഞാൻ വണ്ടി എവിടെയോ കൊണ്ടിടിച്ചെന്ന് കാണിക്ക്. നമ്പർ പ്ലേറ്റ് ഒക്കെ കാണാം. Yes, you did. ഇവിടെ അഴുക്ക് കിടക്കുന്നുണ്ടാ. ഇന്നലെ ഇവിടെ മുസന്തം പോയിട്ട് വന്നിട്ട് ഞാൻ ഫുൾ കഴിയും. ക്ലിക്ക് ആയി. നമ്മുടെ ഒമാൻ ചിപ്സിന്റെ ഇതെന്തോ OMR ഒമാൻ റിയാൽ. ഓക്കെ ഓക്കെ. ഇതിന്റെ നോക്ക് 500. ഐ ഡോണ്ട് നോ ഫിൽസ് ആണോ എന്തോ. എനിക്ക് സ്നിക്കേഴ്സിന്റെ ഐസ്ക്രീം എടുക്കാം അല്ലേ. അടിപൊളിയാണിത്. ഇതെന്തോ പൊട്ടി കിടക്കണം. ഓക്കെ, ഇത് കുഴപ്പമില്ല. പ്രൈസ് എത്രയാണോ എന്തോ അറിഞ്ഞൂടാ. ചമ്മക്ക് ഇത് വേണോ? എനിക്കിത് വേണം. കൊള്ളാം. ഇതിന്റെ എത്ര ദ്രംസ്? ദ്രംസ് അല്ലല്ലോ, റിയാൽ. 1.400. അപ്പോൾ നമ്മുടെ അവിടുത്തെ 10 dirhams. 10 dirhamsന് ഓക്കെയാണ്. ഓക്കെ മതി അമ്മ. അവിടെ വെച്ചിട്ട് കരയല്ലേ, അച്ഛൻ വാങ്ങിച്ചു തരൂല. അവിടെ വയ്ക്ക്. എൻ്റെ ഐസ്ക്രീം തരൂ. ഇതാണ് മസ്കറ്റ്. അയ്യേ, ഇതാണ് മസ്കറ്റ്. നമ്മുടെ ദുബായ് എന്താ അടിപൊളി. ഒന്നുമില്ലല്ലേ ഇവിടെ. നമ്മള് മസ്കറ്റ് മോള് തപ്പിപ്പോന്നു. ഇവിടെ എന്തുവാ, ഡേറ്റ വർക്കിംഗ് അല്ല, സിം വർക്കിംഗ് അല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. സിം വാങ്ങണം. പിന്നെ നമ്മുടെ ഹോട്ടലിലെ ലൊക്കേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ നെറ്റ് ഉണ്ടെങ്കിലേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. നെറ്റ് ഉണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം മോൾ ഓഫ് മസ്കറ്റിൽ പോയിട്ട് അവിടെ വൈഫൈ ഇല്ലെങ്കിൽ സിം വേണം. സിം എടുത്തിട്ട് അതിനകത്ത് ഡേറ്റ ആക്കണം. CFC ഉണ്ട്. We found Mall of Muscat. Mall of Muscatൽ നോ സിനിമാസ് ഉണ്ട്. പിന്നെ R&B ഉണ്ട്. വേറൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. ലുലു ഉണ്ട്. ലുലു എല്ലായിടത്തുണ്ട്. മാക്സ് ഉണ്ട്. നത്തിങ് എൽസ്. മസ്കറ്റിലെ ഏറ്റവും വലിയ മോളേത്? അയ്യോ, ദുബായിലെ ഷേഖ് കാണുന്നത്. എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നു. ഇത് ഒമാൻ അക്വേറിയമാണ്. മോളിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ദുബായ് മോളിലെ സെയിം തിങ് ബട്ട് സ്മോളർ. നമ്മുടെ ദുബായ് മോൾ കണ്ട് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ കണ്ട് നമ്മുടെ ദുബായ് മോൾ വെച്ചതായിരിക്കും. സോ ബട്ട് ഇത്രേ ഞാൻ കണ്ടുള്ളൂ. ഇനി താഴത്തെ ഫ്ലോറിൽ ഇറങ്ങിയാൽ ഇനി കാണുമോ എന്നറിയില്ല. കാണുമായിരിക്കും. ദുബായ് മോളിൽ കാണാത്ത ഒരു സാധനമാണ് ഇത്, ടേർട്ടിൽ. നമ്മുടെ ദുബായ് മോളിലില്ല ടേർട്ടിൽ, ബാക്കിയെല്ലാം ഉണ്ട് അതിനകത്ത്.
സോ നമ്മൾ മോളിൽ കയറിയ മെയിൻ പർപ്പസ് വാസ് വൈഫൈ അല്ലെങ്കിൽ സിം. സോ വൈഫൈ കിട്ടിയില്ല, സിം കിട്ടി. അങ്ങനെ നമ്മൾ മാപ്പ് എടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് മസ്കറ്റ് പ്ലാസ ഇൻ മസ്കറ്റ്, പ്രോപ്പർ മസ്കറ്റ് സിറ്റിനകത്താണ്. ഈദ് ഹോളിഡേയ്സിന് കുറേ ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഒമാൻ. സോ അപ്പോൾ കുറേ ദുബായ് പീപ്പിൾ ഉണ്ടായിരുന്നു. റൂം നമ്പർ റൂം 306. അയ്യോ 306. ഓക്കെ, ഇവിടെ ഇവിടെ എന്താണ് തട്ടം? ഇതല്ലേ? ഓക്കെ, നിങ്ങൾ അവിടെ എന്തിനാ ആലോചിക്കണേ? വൺ മോർ ട്രൈ. ആ, ഒന്നിൽ പിഴച്ചാ മൂന്ന്. ഭയങ്കര ചൂട്. വാവ്, വാവ്. ഓഹോ, ഇങ്ങനെയാ? ഒരു ബാത്റൂം രണ്ടുപേർക്കും കൂടെ. ഞാൻ റൂം ടൂർ ചെയ്യായിരുന്നു. 2 ബാത്റൂം ഉണ്ടോ? ഇല്ല, ഒരു ബാത്റൂമേ ഉള്ളൂ. കഴിക്കാം നമുക്ക്. നമ്മള് ഫുഡ് ലുലുന്ന് വാങ്ങിച്ചു. ഇവിടെ ഫുഡ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോ കഴിക്കാം. ക്രീമി മഷ്റൂം അല്ലേ? ഓക്കെ, കഴിച്ചിട്ട് ഹായ് ഗൈസ്. സോ ഇപ്പോൾ 7 മണി കഴിഞ്ഞു. നമ്മൾ റൂമിൽ വന്നിട്ട് കഴിച്ചു. പിന്നെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മുസന്തം പോയ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തു, വോയിസ് ഓവറൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ടയർഡായിരുന്നു. അപ്പം മയങ്ങിപ്പോയി. ആദ്യം അലൻ ഉറങ്ങി, പിന്നെ അച്ഛൻ ഉറങ്ങി, പിന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഫോൺ ഇങ്ങനെ വെച്ച് എഡിറ്റിംഗ് ആ സാധനം അനങ്ങുന്നേ ഇല്ല. ഇവിടുത്തെ വൈഫൈ കാരണമാണ് എന്താണോ എനിക്കിതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. പകുതി വരെ വരും, പിന്നെയും ഒന്നിട്ട് പോവും, പിന്നെയും പകുതി വരെ വരും. എനിക്ക് ഭ്രാന്തായി. പിന്നെ ക്യാൻസൽ ചെയ്ത് എത്ര പ്രാവശ്യം ഞാൻ ചെയ്തെന്തോ. അയ്യോ, അങ്ങനെ അവസാനം ഒരു ഷോർട്ട് വ്ളോഗ് ഇട്ടു, പിന്നെ ഫുൾ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവിടെ അടുത്തുള്ള എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. നമ്മൾ ബീച്ചിൽ വന്നു. ബീച്ച് നോക്കട്ടെ. ബീച്ച് ഒന്ന് വാവ്, കരയില്ലല്ലോ. ഓ, കരയുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്നു.
ആരും ഇറങ്ങിയിട്ടില്ല. ഇത് കൊള്ളാം, നൈസ്. ഹായ്. നോക്കിയിരിക്കണോ നമുക്ക്? ഒമാൻ പൂച്ചകൾ. ഇവിടെ കൂടെ ഇറങ്ങാമല്ലോ. ഇറങ്ങാൻ പറ്റില്ലേ? ആരും ഇറങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ അവിടുത്തെ പൂച്ച പോലെ ഉണ്ടല്ലേ. അത് നിന്നെ നോക്കിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഒരു ഹോട്ടൽ, ക്രൗൺ പ്ലാസ. സോ ഹോട്ടലിൻ്റെ പ്രൈവറ്റ് ബീച്ചാണ് ഈ കാണുന്ന ഏരിയ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് പോയി. സോ ഈ ഏരിയ ആണ് മുത്ര കോർണിഷ്. മുത്ര കോർണിഷിൻ്റെ ഓപ്പോസിറ്റാണ് മുത്ര സൂക്ക്. The bags, madam, first go. Handbags. Handbags, watches, sunglasses, watches, Rolex, makeup. ഹായ്. ബ്രേസ്ലെറ്റ് അതല്ലേ? മൈ ഗോഡ്, ഒരു വേസ്റ്റ് കുട്ടല് കയറിയ പോലെ ഉണ്ട്. ആഴം കാണൂ ഇതിനകത്ത്. മൈ ഗോഡ്, ഇതിനകത്ത് വീണ ഇങ്ങനെ ഇല്ല. ആഴമില്ല, ആഴമില്ല. ഇതാ ഇവിടെ വരെ ഉള്ളു. ഇതാ നോക്ക്, കാണുന്നുണ്ട? കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരണല്ലേ? പിന്നെ ഫിഷ് ഉണ്ട്. ഈ വെള്ളം കയറി ഇതാ ഇങ്ങോട്ട്. ഇതാണ് മത്ര സൂക്ക. ക്രാബ് എവിടെ? അതാ പിടിച്ചിട്ട് പോയാലോ? കറുത്ത ക്രാബ്. മുത്ര സൂക്ക്. ഇതാണ് മുത്ര കോർണിഷ്. അപ്പുറത്തെ സൈഡ് നമ്മുടെ ഒരു റിലേറ്റീവ് ഇവിടെ മസ്കറ്റിലുണ്ട്. സോ അവർ നമ്മളെ മീറ്റ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വന്നു. പിന്നെ നമ്മൾ കുറച്ച് സംസാരിച്ച് നിന്നു. അവർ നമ്മളെ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ഇത് ഒമാൻ്റെ ഒരു മെയിൻ സംഭവമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ മസ്കറ്റ് പാലസ് കാണാൻ പോയി. ഇതാണ് മസ്കറ്റ് ഗേറ്റ്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റ് തന്നെ ഇവർ കാണിച്ചു തന്നെ. ഇവർക്ക് അറിയാവുന്നൊരു റെസ്റ്റോറൻറ്റാണ്. സോ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു പാസ്ത, പിന്നെ ഗ്രിൽ ചിക്കൻ,
ഞാൻ പാൽ പൊറോട്ടയും ചിക്കൻ വാങ്ങിച്ചു. പാൽ പൊറോട്ട സോ യമ്മി. ഓപ്പൺ അമ്മ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യും. കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു. അടിപൊളി ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഞാൻ എൻ്റെ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്.